നവപുരം മതാതീത ദേവാലയത്തിലെ മഹോത്സവാഘോഷത്തിൽ കളിയരങ്ങിലെ വൈവിധ്യമാർന്ന കലാരൂപമായി മൾട്ടി വിഷ്വൽ വിൽക്കലാമേള. ദിസ് ന്യൂസ് ഈസ് ബ്രോട്ട് യു ബൈ അപ്സര ജ്വല്ലറി, ചെറുപുഴ ആൻഡ് പാടിയോട്ടുചാൽ. നവപുരം മതാതീത ദേവാലയത്തിലെ മഹോത്സവാഘോഷത്തിൽ കളിയരങ്ങിലെ വൈവിധ്യമാർന്ന കലാരൂപമായി മൾട്ടി വിഷ്വൽ വിൽക്കലാമേള. കേരളീയ ചരിത്രത്തിൻ്റെ ഏടുകളിൽ പാടിപ്പതിഞ്ഞ വായ്പാട്ടുകളിലൂടെ പ്രചുരപ്രചാരം സിദ്ധിച്ച ഗോത്രശീലൻ്റെ ഈരടികളിൽ നിറഞ്ഞുനിന്ന തൻ്റേടിയായ പൂമാതയെന്ന പെൺമയുടെ കഥയാണ് വീരപുത്രി എന്ന പേരിൽ കണ്ണൂർ സംഘകല രംഗത്ത് അവതരിപ്പിച്ചത്. മൊത്തം പോയി, എല്ലാം നയിച്ച് നാരായണക്കന്നെ എടുത്തു. എനിക്ക് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ശുദ്ധമായ വായുവില്ല, ശുദ്ധമായ വെള്ളമില്ല, അതുപോലെ ശുദ്ധമായ പ്രണയവും നമുക്ക് അന്യമാകുന്ന കാലമാണിത്. നമുക്ക് കഥയിലേക്ക് വരാം. ഒരു നുണ 10 തവണ ആവർത്തിച്ച് പറഞ്ഞപ്പോൾ ദേശവാസികൾ സത്യമെന്ന് വിശ്വസിക്കാൻ അധികം താമസമുണ്ടായിരുന്നില്ല. കേട്ടവർ മൂക്കത്ത് വിരൽ വെച്ചു. ഇവിടെ ആള് മോശമില്ലല്ലോ. ആ അതന്നല്ലേ ഇവളെ കണ്ട കാലി പിള്ളന്മാരെല്ലാം വിളിച്ചാത്തേക്ക് കെട്ടി. ഹാസ്യത്തിൻ്റെ മേമ്പൊടിയിൽ അരങ്ങിലെത്തിയ നവരസപ്രധാനമായ കലാരൂപം ഏറെ ആസ്വാദനപ്രദമായി. ഇതിനു മുന്നോടിയായി നാടൻ കലാ പുരസ്കാര സമർപ്പണവും നടന്നു. പ്രശസ്ത കലാകാരൻ നാദം മുരളിക്ക് നവപുരം കലാകോവിദ പുരസ്കാരം നൽകി. മതാതീത ദേവാലയ സ്ഥാപകൻ പ്രാപ്പോയിൽ നാരായണൻ മാസ്റ്റർ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. അതൊക്കെ വലിയൊരു എന്താ പറയുന്നത്, നമ്മുടെ ഈ വരും തലമുറയ്ക്ക് അല്ലെങ്കിൽ കുഞ്ഞു മക്കൾക്കൊക്കെ അതിലൊരു വലിയൊരു പ്രചോദനമായിട്ട് മാറും. തീർച്ച അക്ഷര വെളിച്ചം തരുന്ന ഒരു എന്താ പറയേണ്ടത് വലിയൊരു പ്രസ്ഥാനത്തിലാണ്. ഈ നാട് അത്രമാത്രം ഭാഗ്യം ചെയ്തവരാണെന്ന് പറയും. നിങ്ങൾക്ക് അത്രമാത്രം ഭാഗ്യമുള്ളവരാണ് ഈ പിന്നെ നിങ്ങൾ ഓരോരുത്തരും. മാഷ് നേരത്തെ പറഞ്ഞു, നന്മയുടെ വാക്കുകൾ ഭണ്ഡാരത്തിലിട്ട് വെക്കണം. നാളത്തെ നമ്മുടെ മക്കളുടെ ഭാവിയിലേക്ക് വേണ്ടിയിട്ട് നമ്മള് എന്താ പറയേണ്ടത്, സാമ്പത്തികമായ സ്വർണവും മറ്റു പൈസയൊക്കെ നമ്മുടെ ബാങ്കിലൊക്കെ നിക്ഷേപിക്കുന്നത്. പക്ഷേ അറിവിന്റെ ഇങ്ങനെയുള്ള ഒരു എന്താ പറയുന്ന ഒരു ഗ്രന്ഥശാല അല്ലെങ്കിൽ അതൊരു ഗ്രന്ഥശാല അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് നാടിന്റെ കടാവിളക്കാണ്. ആ ഒരു കടാവിളക്കിനെ സംരക്ഷിച്ചു നിർത്തേണ്ടത് മാഷിയുടെ മാത്രം ഉത്തരവാദിത്വമല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ഈ മണ്ണിലുള്ള ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്, കർത്തവ്യമാണ്. കാരണം കാലം നമുക്കറിയാം, ഓരോ ദിവസവും പത്രമാധ്യമങ്ങളിലൊക്കെ വരുന്ന വാർത്തകള് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ്. നമ്മുടെ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ട് നമ്മളെ വളർത്തുന്ന മക്കള് പല വിധത്തില് മോശമായിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മോശമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വൃത്തികെട്ട കാലത്തിലൂടെയാണ് ഞാനും നിങ്ങളൊക്കെ സഞ്ചരിക്കുന്നത്. അതിൻ്റെ ഇടയിലാണ് ഇവിടെ ഒരു തെന്മഴ പോലെ അല്ലെങ്കിൽ എന്താ പറയുന്നത് ഒരു വേനലിൽ ഒരു മഴ ലഭിച്ചതുപോലെ ഒരു സുഖതുല്യമായ ഒരു സൗധം അല്ലെങ്കിൽ ഒരു കെട്ടിപ്പടുത്തത്. അത് നിങ്ങളുടെ നാടിന്റെ എന്താ പറയേണ്ടത് ഐശ്വര്യമായി നിങ്ങൾ ഇതിനെ കാണണം. മെയ് 2 ശാസ്ത്രീയ സംഗീത നിശ, നൃത്തസന്ധ്യ, സെമിനാറുകൾ. മെയ് 3 നവപുരം കലാസാഹിത്യ പുരസ്കാരം, പ്രതിഭാ പുരസ്കാരം, മികച്ച പുസ്തകങ്ങളെക്കുറിച്ചുള്ള പുസ്തക സംവാദം എന്നിവയോടെയാണ് മഹോത്സവം സമാപിക്കുക. അഭിമാന നിമിഷങ്ങൾക്കായി അനന്തമൂല്യമുള്ള സ്വർണ്ണാഭരണങ്ങൾ. ട്രെൻഡും ട്രഡീഷനും ഒന്നാകുന്ന അപ്സര ജ്വല്ലറി. നിങ്ങളുടെ മനസ്സിനിണങ്ങിയ പുത്തൻ BIS 916 സ്വർണ്ണാഭരണങ്ങളും 18 കാരറ്റ് 22 കാരറ്റ് ഡയമണ്ട് എന്നിവയുടെ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. അപ്സര ജ്വല്ലറി, ചെറുപുഴ ആൻഡ് പാടിയോട്ടുചാൽ.